മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ച് ഉത്തരവിറങ്ങി. രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതുപോലെ പമ്പ നൽകി. കെ മുരളീധരൻ ആവശ്യപ്പെട്ട സാനഡ് തന്നെ നൽകി. മോർസ് ജോസഫിന് പെരിയാറും CP ജോണിന് റോസ് ഹൌസും KM ഷാജിക്ക് പൗർണമിയും അനുവദിച്ചു. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ മന്ദിരങ്ങളെ ചൊല്ലി തർക്കമുടലെടുത്തിരുന്നു ചിലവർ. എനിക്കത് തന്നെ വേണം എന്ന രീതിയിലുള്ള നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുകയാണ്. മന്ത്രിമാർക്ക് മന്ദിരങ്ങൾ അനുവദിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും KP, ഈ മന്ത്രി വസതികളെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളിൽ നിന്നിരുന്നു. പലരും പല വീടുകൾ വേണമെന്നുള്ള, ഒരു വീട് തന്നെ വേണമെന്ന് പല മന്ത്രിമാരും അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഒടുവിലിതാ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പൊതുഭരണ വകുപ്പാണ് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ മന്ത്രിമാർക്കുള്ള വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ കൂടി ഔദ്യോഗിക വസതികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു വകുപ്പായിരിക്കും ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോൻസ് ജോസഫിന് പെരിയാറാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതുപോലെ തന്നെ പമ്പ നൽകുമെന്നും, ഒപ്പം തന്നെ കെ മുരളീധരൻ ആവശ്യപ്പെട്ടത് സനഗഡു ആയിരുന്നു. ഒന്നിലേറെ മന്ത്രിമാർ ഈ ഭവനം വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. ഒടുവിൽ കെ മുരളീധരനാണ് സനഗഡുവിന്റെ നറുക്കു വീണിരിക്കുന്നത്. KM ഷാജിക്ക് പൗർണമി, അതുപോലെ തന്നെ CP ജോണിന് റോസ് ഹൌസ് ആണ്. ഈ റോസ് ഹൌസ് മുമ്പ് ഉപയോഗിച്ചിരുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയായിരുന്നു. CP ജോണിനാണ് റോസ് ഹൌസ്. അതുപോലെ തന്നെ N ഷംസുദ്ദീന് നെസ്റ്റ്, OJ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ്. ഈ മൻമോഹൻ ബംഗ്ലാവിന് ചില ഐശ്വര്യക്കേടുകളുണ്ട്, അശുഭകരമായ ഭവനമെന്ന് പറഞ്ഞുകൊണ്ട് പല മന്ത്രിമാരും ആ ഭവനം വേണ്ടെന്ന് വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിലും ഈ ഭവനം പല മന്ത്രിമാരും ഉപയോഗിക്കുന്നതിൽ വിമുഖത കാട്ടിയിരുന്നു. സജി ചെറിയാനായിരുന്നു ഇതിനു മുമ്പ് ഈ ഒരു ഭവനം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ആ ഭവനം ഉപയോഗിക്കുന്ന മന്ത്രിമാർക്ക് ഭരണം പൂർണ്ണമായി, അതായത് ഭരണ കാലാവധി പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നും, അതുപോലെ തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ നേരിടാനോ അല്ലെങ്കിൽ ആ ഒരു മത്സര രംഗത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഈ മന്ത്രിമാർക്കിടയിൽ തന്നെ, നേതാക്കന്മാർക്കിടയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഭവനമാണ് OJ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവാണ് അനുവദിച്ചിരിക്കുന്നത്. അനൂപ് ജേക്കബിന് സ്വകാര്യ വസതിയായിരിക്കും നൽകുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്വകാര്യ വസതിയുടെ വാടക സർക്കാർ വഹിക്കുമെന്ന് കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയായ VD സതീശന് ക്ലിഫ് ഹൗസ് ആണ്. നിലവിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി മാറുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. KP, ഏതായാലും തർക്കങ്ങൾക്കിടയിൽ ഒരു സമവായം എത്തിയിരിക്കുകയാണ് മന്ത്രിമന്ദിരങ്ങളിലും. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.